സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ ചോദ്യം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ ആളാണ് നടൻ ജയസൂര്യ. തനിക്കെതിരെയുള്ള വാർത്തകൾ തെറ്റാണെന്നും ഇത്തരം നുണപ്രചരണങ്ങൾ കണ്ട് താൻ അന്തം വിട്ടിരിക്കുകയാണെന്നും ജയസൂര്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നുണ പറഞ്ഞത് ജയസൂര്യയാണോ അതോ മാധ്യമങ്ങളാണോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തായാലും ഈ വിഷയത്തിൽ, ഈ കേസിൽ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്, നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ജയസൂര്യക്കെതിരെ, നടൻ ജയസൂര്യക്കെതിരെ, അതായത് ജയസൂര്യയുടെ 39 ലക്ഷത്തിൻ്റെ സ്വത്തുക്കൾ ED മരവിപ്പിച്ചിരിക്കുകയാണ്. സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിരുന്നു ജയസൂര്യ. സംഭവത്തിൽ നേരത്തെ നടൻ ജയസൂര്യയും ഭാര്യയും ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഏകദേശം 1 മാസം മുൻപാണ് ജയസൂര്യക്കെതിരായിട്ടുള്ള ഈ വാർത്ത, അതായത് സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ ജയസൂര്യയെ ED ചോദ്യം ചെയ്തെന്ന വാർത്ത നമ്മൾ പുറത്തുവിട്ടത്. അതിനുശേഷം ജയസൂര്യ സമൂഹ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത് നുണപ്രചരണമാണ്, തന്നെ ചോദ്യം ചെയ്തിട്ടില്ല, ഈ നുണപ്രചരണം കണ്ട് താൻ അന്തം വിട്ടിരിക്കുകയെന്നാണ്. പക്ഷേ എന്തായാലും ഇത് നുണയാണോ ഇല്ലയോ എന്നുള്ളത് ED തന്നെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്, ഉറപ്പിച്ചിട്ടുണ്ട്. ജയസൂര്യക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് ജയസൂര്യക്കെതിരെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? ജയസൂര്യക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്? അതില് ചെറിയൊരു തിരുത്തുണ്ട്. ജയസൂര്യ പറഞ്ഞത്, അതായത് 2 തവണ ജയസൂര്യ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. 3ാമതായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ED നോട്ടീസ് അയച്ചു എന്നായിരുന്നു മാധ്യമങ്ങൾ അന്ന് വാർത്ത നൽകിയത്. അതിനെതിരെയായിരുന്നു ജയസൂര്യ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അതിൽ പറയുന്നത് തന്നെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു നോട്ടീസ് തനിക്ക് കിട്ടിയില്ല എന്നാണ്. അതായത് 2 പ്രാവശ്യം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ആ ചോദ്യം ചെയ്യലിനെ ജയസൂര്യ തള്ളിക്കളയുന്നില്ല. പക്ഷെ 3ാമത് ചോദ്യം ചെയ്യാൻ വീണ്ടും നോട്ടീസ് അയച്ചു എന്ന കാര്യത്തെയായിരുന്നു ജയസൂര്യ തള്ളിക്കളഞ്ഞത്. അങ്ങനെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല. മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യങ്ങൾ അറിഞ്ഞത് എന്നാണ് ജയസൂര്യയുടെ അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും ED ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ജയസൂര്യയുടെ 39 ലക്ഷത്തിന്റെ സ്വത്തുക്കളാണ് ഇപ്പോൾ ED താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നത്. 180 ദിവസത്തേക്കാണ് ഈ ഒരു നടപടി. അതിനെ തുടർന്ന് ഈ സ്വത്തുക്കൾ ക്രയവിക്രയം നടത്താനൊന്നും തന്നെ ജയസൂര്യക്ക് കഴിയില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി ജയസൂര്യ ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ജയസൂര്യ നേരത്തെ പറഞ്ഞത് തനിക്ക് അങ്ങനെ ഒരു സമൻസ് ഒന്നും, 3ാമതൊരു സമൻസ് ഒന്നും ലഭിച്ചിട്ടില്ല, അത് മാധ്യമങ്ങളുടെ മേലായിരുന്നു ആ പഴിയൊക്കെ ചാരിയത്, മാധ്യമങ്ങൾ എന്തോ നുണപ്രചരണം നടത്തുകയാണ്, അതല്ലാതെ തനിക്ക് വീണ്ടും വീണ്ടും നോട്ടീസുകളൊന്നും നൽകിയിട്ടില്ല, നവമി സൂചിപ്പിച്ചതുപോലെ. പക്ഷേ എന്തിനാണ് ജയസൂര്യ ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത്? കാരണം തുടർച്ചയായി ജയസൂര്യക്ക് ED നോട്ടീസ് നൽകിയതാണ്. പക്ഷേ എന്തിനാണ് നമ്മൾ നൽകിയ വാർത്ത ജയസൂര്യ നിഷേധിച്ചെന്നൊരു ചോദ്യമുണ്ട്. കാരണം ജയസൂര്യ പറഞ്ഞത് താൻ എൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു, പണം വാങ്ങി പരസ്യത്തിൽ അഭിനയിച്ചു, അതിനപ്പുറം ഈ തട്ടിപ്പിൽ മറ്റ് പങ്കൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ നവമി, പിന്നെ എന്തുകൊണ്ടായിരിക്കാം ജയസൂര്യക്കെതിരെ ഇത്തരമൊരു നടപടിയിലേക്ക്, അതായത് ജയസൂര്യയുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് ED നീങ്ങിയത്? ഈ തട്ടിപ്പിൻ്റെ ഒരു വിഹിതം ജയസൂര്യക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് ED പറയുന്നത്. 1 കോടി രൂപയാണ് ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് ഉടമയായിട്ടുള്ള തൃശൂർ സ്വദേശി സ്വാദിഖിന്റെ അക്കൗണ്ടിൽ നിന്നും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളിൽ നിന്നും ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് വന്നത്. അങ്ങനെ 1 കോടി രൂപ എത്തിയിട്ടുണ്ടെന്ന് ED കണ്ടെത്തി. EDയുടെ ചോദ്യം ചെയ്യൽ ജയസൂര്യ പറഞ്ഞത് താൻ ഈ പരസ്യത്തിന്, അതായത് ഈ സേവ് ബോക്സ് ആപ്പിന്റെ പരസ്യചിത്രങ്ങളിൽ അഭിനയിച്ചു, അതിന്റെ പരിപാടികളിൽ പങ്കെടുത്തു, അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തു, അതിനുവേണ്ടി തനിക്ക് തന്ന പൈസയാണ് ഈ 1 കോടി രൂപ എന്നായിരുന്നു ജയസൂര്യ പറഞ്ഞത്. പക്ഷെ EDയുടെ കണ്ടെത്തലിൽ ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിലൂടെ, അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കബളിപ്പിച്ച് കിട്ടിയ പണത്തിൽ നിന്നാണ് 1 കോടി രൂപ ജയസൂര്യ സ്വന്തമാക്കിയതെന്നാണ്. അങ്ങനെയാണ് ഇപ്പോൾ ജയസൂര്യക്കെതിരായിട്ടുള്ള നടപടിയിലേക്ക് പോലും ED കടന്നിരിക്കുന്നത്. 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ മരവിപ്പിക്കാനുള്ള കാരണവും ഈ തട്ടിപ്പിലൂടെ ആളുകൾ സമ്പാദിച്ച, അതായത് ഇതിന്റെ ഉടമസ്ഥൻ സമ്പാദിച്ച തുകയിൽ നിന്നും ഒരു ഭാഗം ജയസൂര്യക്കും ലഭിച്ചു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് EDയുടെ നടപടി. അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ സാധാരണ ജനങ്ങളെ കബളിപ്പിച്ച് പണമുണ്ടാക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന്
കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം തട്ടിപ്പിലൂടെ നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പിന് ഭാഗമാകുന്ന ഈ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നവർക്കെതിരെയും നടപടി വേണമെന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാം, ഇതിനു മുൻപ് പോലും പലപ്പോഴും ഇത്തരത്തിൽ തട്ടിപ്പിലൂടെ നടത്തുന്ന പല ആപ്പുകളുമുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. അതിന്റെ ബ്രാൻഡ് അംബാസിഡറായി സിനിമാ താരങ്ങൾ അടക്കം വരുന്നത് സ്വാഭാവികമാണ്. കാരണം കേരളത്തിൽ മാത്രമല്ല, ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും നടന്മാരും നടിമാരും ഒക്കെ ഇത്തരത്തിൽ ഈ ആപ്പുകളുടെ ബ്രാൻഡ് അംബാസഡർ ആകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇതിന്റെ മറവിൽ വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ സേവ് ബോക്സ് ആപ്പും ഉൾപ്പെടുന്നതും. അതിനെ തുടർന്ന് 2023 തൃശൂർ ഈസ്റ്റ് പോലീസ് ഇതിന്റെ തട്ടിപ്പ് ഈ സേവ് ബോക്സ് ആപ്പിന്റെ മറവിൽ നടന്നിട്ടുണ്ട് എന്ന കൃത്യമായ വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചിരുന്നു. ഈ ജയസൂര്യക്കെതിരെ മാത്രമാണോ നിലവിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്, അതോ ഈ കേസിലെ പ്രതികൾക്കെതിരെ ഈ ആപ്പിന്റെ ഉടമകൾക്കെതിരെ ഉൾപ്പെടെ ഇതേ രീതിയിലുള്ള ഒരു കടുത്ത നടപടികളിലേക്ക് ഇഡി കടന്നിട്ടുണ്ടോ? നവമി, ഇഡി കൂടുതൽ പേർക്കെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്കെതിരെ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്ക് അവരുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് നടൻ ജയസൂര്യക്കെതിരെയും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇഡി എത്തിയിരിക്കുന്നത്. എന്തായാലും നടന്റെ 39 ലക്ഷത്തിന്റെ സ്വത്താണ് ഇപ്പോൾ ഇഡി മരവിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ ഈ സ്വാദിഖിന്റെ അടക്കം ഈ സ്വത്ത് കണ്ട് കെട്ടുന്നതിനോ അല്ലെങ്കിൽ മരവിപ്പിക്കുക എന്ന നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇഡി എന്തായാലും ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായിട്ടുള്ള അന്വേഷണത്തിന്റെ പുറകിൽ തന്നെയാണ്. ഇനി ജയസൂര്യ അടുത്ത നടപടി എന്നോണം എന്ത് സ്വീകരിക്കുമെന്നാണ് നോക്കിക്കാണുന്നത്. ഇനി ഈ ഇഡിയുടെ ഈ നടപടിക്കെതിരെ അല്ലെങ്കിൽ ഈ മരവിപ്പിച്ച നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയടക്കം സമീപിക്കാനുള്ള ഒരു സാധ്യതയാണ് ജയസൂര്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ജയസൂര്യ പറയുന്നത് ഇത് താനൊരു ബ്രാൻഡ് അംബാസിഡറായി മാത്രം, അതായത് താൻ ഈ പരസ്യത്തിൽ അഭിനയിച്ചു, ഇവരുടെ പ്രൊമോഷനിൽ പങ്കെടുത്തു, അതിന് തനിക്ക് തരേണ്ട ശമ്പളമായി മാത്രമാണ് ഇതിനെ കണക്കാക്കിയത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തട്ടിപ്പിന്റെ ഭാഗമായിരുന്നില്ല താനെന്നാണ് ജയസൂര്യ ഇഡിക്ക് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നത്. ആ ഒരു വാദത്തിൽ ഉറച്ചുകൊണ്ട് തന്നെ ജയസൂര്യ കോടതിയെ സമീപിച്ച് ഈ സ്വത്ത് മരവിപ്പിച്ച നടപടി പിൻവലിക്കുക ഉള്ളൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു തുടർ നടപടികളിലേക്ക് ജയസൂര്യ കടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സംഭവത്തോട് ജയസൂര്യയുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രതികരണം വന്നിട്ടുണ്ടോ നവമി? കാരണം മറ്റു പല ഈ സമീപകാലത്ത് ജയസൂര്യ പല കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ജയസൂര്യക്കെതിരെ നിരവധി പരാതികൾ, ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. അതിൽ ഗുരുതര സ്വഭാവമുള്ള ലൈംഗിക അതിക്രമ പരാതി ഉൾപ്പെടെ. പക്ഷേ പിന്നീട് ആ കേസുകളൊക്കെ അന്വേഷണം മുന്നോട്ട് പോയില്ല. തൽക്കാലത്തേക്ക് ജയസൂര്യ ആ കേസുകളിൽ നിന്നും ജയസൂര്യക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് ഈ തട്ടിപ്പ് കേസിലും ജയസൂര്യ ഉൾപ്പെടുന്നത്. ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണം നടന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ജയസൂര്യ ഇതുവരെയും പ്രതികരണം നൽകാൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിൽ പോലും ലഭിക്കുന്നില്ല. അദ്ദേഹം കൊച്ചിയിലില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും വരും മണിക്കൂറിൽ ജയസൂര്യയുടെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്താനാണ് സാധ്യത. എന്തായാലും ഇഡി നിന്ന് തന്നെയാണ് ഈ ജയസൂര്യയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ ലഭിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഉത്തരവും ഇഡി ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി നടൻ ജയസൂര്യക്ക് എന്ത് പറയാനുണ്ട് എന്നത് ഉറ്റുനോക്കുകയാണ്. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഈ സമീപകാലത്ത് സിനിമാ താരങ്ങൾക്കെതിരെ നിരവധി പരാതികൾ, അതിൽ ലൈംഗികാതിക്രമ പരാതിയുണ്ട്, സാമ്പത്തിക തട്ടിപ്പ് കേസുകളുണ്ട്, അങ്ങനെ നിരവധി പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പുതിയ ചെറുപ്പക്കാർ, പുതിയ തലമുറ ഉൾപ്പെടെ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവരെയൊക്കെ സ്വാധീനിക്കുന്ന വ്യക്തികളാണ് ഈ ചലച്ചിത്ര താരങ്ങളും സിനിമാ പ്രവർത്തകരുമൊക്കെ. പക്ഷെ അവരുടെ ഭാഗത്തുനിന്നൊരു ജാഗ്രത കുറവ് ഉണ്ടാകുമ്പോൾ
അതൊരു ദുർമാതൃകയാണ്. ജയസൂര്യ പോലുള്ളവർ കുറച്ചുകൂടെ, കാരണം ഒരു പ്രമുഖ നടനാണ്, കുറച്ചുകൂടെ ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു ഇത്തരം കേസുകളിലൊക്കെ. മാത്രമല്ല അതിന്